ഹലോ എവ്രി വൺ. മെത്തേഡ് ഓഫ് പ്രൂവിംഗ് തിയറത്തിൻ്റെ മൂന്നാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ക്വാണ്ടിഫയേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള തിയറംസ് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. ക്വാണ്ടിഫയർ ഉപയോഗിച്ചിട്ടുള്ള തിയറംസിൻ്റെ പ്രൂഫിൻ്റെ മെത്തേഡ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. Many theorems are stated as propositions that involve quantifiers. A variety of methods are used to prove theorems that are quantifications. We can discuss some of them. നമ്മൾ കാണുന്ന കുറേ തിയറത്തിൽ നമ്മളുടെ ക്വാണ്ടിഫയേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും തിയറംസ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം എക്സിസ്റ്റൻസ് പ്രൂഫ്. നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഉപയോഗിച്ചിട്ടുള്ള തിയറംസിനെ എങ്ങനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. മെനി തിയറംസ് ആർ അസേർഷൻസ് ദാറ്റ് ഒബ്ജക്റ്റ് ഓഫ് എ പർട്ടിക്കുലർ കൈൻഡ് എക്സിസ്റ്റ്. പല തിയറംസും പറയുന്നത് നമുക്ക് ചില കണ്ടീഷൻസ് വന്നിട്ട് ആ കണ്ടീഷൻസിലുള്ള ഒബ്ജക്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പല തിയറംസും പറയുന്നത്. A theorem of this type is a proposition of the form there exists x p of x. അപ്പോൾ p of x എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ആ തിയറം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊപ്പോസിഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേർ p is a predicate. A proof of a proposition of the form there exists x p of x is called an existence proof. അപ്പോൾ ഇങ്ങനെ there exists x p of x എന്നുള്ള ഫോമിലുള്ള തിയറത്തിൻ്റെ അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ്റെ പ്രൂഫിനെയാണ് നമ്മൾ എക്സിസ്റ്റൻസ് പ്രൂഫ് എന്ന് പറയുന്നത്. there are two ways to prove a theorem of this type. ഇങ്ങനെയുള്ള തിയറം പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് sometimes an existence proof of there exists x p of x can be given by finding an element A called a witness such that p of A is true. അപ്പോൾ ചില സമയത്ത് നമുക്ക് there exists x p of x എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ p of x സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാ പറയുന്നത് ആ എലമെൻറ്റ് എനെയാണ് നമ്മൾ വിറ്റ്നസ് എന്ന് പറയുന്നത്. പി ഓഫ് എ ട്രൂ ആവുന്ന രീതിയിലുള്ള ഒരു എലമെൻറ്റ് എനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് there exists x p of x ട്രൂ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് എക്സിസ്റ്റൻസ് പ്രൂഫ് ഈസ് കോൾഡ് കൺസ്ട്രക്റ്റീവ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സിസ്റ്റൻസ് പ്രൂഫിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു ഗിവ് ആൻ എക്സിസ്റ്റൻസ് പ്രൂഫ് ദാറ്റ് ഈസ് നോൺ കൺസ്ട്രക്റ്റീവ്. ഇപ്പോൾ നമ്മൾ കണ്ടത് കൺസ്ട്രക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് നോൺ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രൂഫും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് വി ഡു നോട്ട് ഫൈൻഡ് ആൻ എലമെൻറ്റ് എ സച്ച് ദാറ്റ് പി ഓഫ് എ ഈസ് ട്രൂ ബട്ട് റാദർ പ്രൂവ് ദാറ്റ് there exists x is പി ഓഫ് എക്സ് ഈസ് ട്രൂ ഇൻ സം അതർ വേ. അപ്പോൾ നമ്മൾ നോൺ കൺസ്ട്രക്റ്റീവ് പ്രൂഫിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ പി ഓഫ് എക്സ് ട്രൂ ആവുന്ന പോലത്തെ ഒരു എലമെൻറ്റ് എ കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് there exists x പി ഓഫ് എക്സ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിനെയാണ് നോൺ കൺസ്ട്രക്റ്റീവ് പ്രൂഫ് എന്ന് വിളിക്കുന്നത്. One common method of giving a non-constructive existence proof is to use proof by contradiction and show that negation of the existential quantification implies a contradiction. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വേറെ എന്തെങ്കിലുമൊക്കെ രീതി ഉപയോഗിച്ചിട്ട് നമ്മൾ there exists x p of x ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. കോൺട്രഡിക്ഷൻ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ്റെ നെഗേഷൻ എടുത്തിട്ട് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ കിട്ടുമ്പോഴത്തേക്കും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ ട്രൂ ആയിട്ട് വരും. കാരണം നമ്മൾ നെഗേഷൻ ഓഫ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ ട്രൂ ആണെന്ന് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പറയാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആദ്യമേ ഒരു കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻഷ്യൽ പ്രൂഫിനെ കുറിച്ച് നമുക്ക് നോക്കാം. എക്സാമ്പിൾ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുന്നത് ഷോ ദാറ്റ് ദർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ, അത് അങ്ങനെ തന്നെ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മായിട്ട് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ കണ്ടുപിടിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്പറാണ് നമ്മളിവിടെ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് നമ്മളിവിടെ ഒരു
എലമെൻറ്റ് ഒരു വിറ്റ്നസ് എ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആ എ ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് 1729 ആണ്. 1729. ഈ നമ്പറിനെ നമുക്ക് രണ്ട് നമ്പറിൻ്റെ സ്ക്വയറായിട്ട് ക്യൂബായിട്ട് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. ഏതൊക്കെയാണ്? 1729 ഈസ് ഈക്വൽ ടു 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ്. അതൊരു വിധത്തിൽ രണ്ട് നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു വിധമാണ് 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിധമാണ് 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ്. അപ്പോൾ ഈ സെയിം നമ്പറിനെ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് പറയാൻ പറ്റും there exists a number such that can be written as the sum of cube of positive integers in two different ways. അപ്പം നമ്മളിവിടെ ഒരു വിറ്റ്നസ് ആയിട്ടൊരു എലമെൻറ്റിനെ നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ പറഞ്ഞിരുന്ന തിയറം ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് വി ഹാവ് ഡിസ്പ്ലേഡ് എ പോസിറ്റീവ് ഇൻറ്റീജർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദ സം ഓഫ് ക്യൂബ്സ് ഇൻ ടു ഡിഫറെൻറ്റ് വേസ് വി ഹാവ് കംപ്ലീറ്റഡ് ദ പ്രൂഫ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു നമ്പറിനെ കിട്ടിയതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു വിറ്റ്നസ്സിനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1729 ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്പറിനെ നമ്മൾ വിളിക്കുന്നത് രാമാനുജൻ നമ്പർ എന്നാണ്. ഈ നമ്പറിൻ്റെ പുറകിലൊരു കഥയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദർ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പെനിട്രേറ്റിംഗ് ടു ദിസ് എക്സാമ്പിൾ. ദ ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ G.H. Hardy, when visiting the ailing Indian prodigy Ramanujan in the hospital, remarked that 1729, the number of the cab he took, was rather dull. Ramanujan replied, "No, it is a very interesting number. It is the smallest number expressible as the sum of cubes in two different ways." എന്താ പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, രാമാനുജനെ അറിയാം. അപ്പോൾ രാമാനുജൻ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പം നമ്മുടെ ഫേമസ് ആയിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യനാണ് G.H. Hardy. അപ്പോൾ G.H. Hardy രാമാനുജനെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു. ഒരു ടാക്സിയിലായിരുന്നു G.H. Hardy രാമാനുജനെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ G.H. Hardy രാമാനുജൻ്റെ അടുത്ത് പറഞ്ഞു, G.H. Hardy വന്ന ടാക്സി ക്യാബിൻ്റെ നമ്പർ 1729 ആണ്, അതൊരു ചീത്ത നമ്പറാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രാമാനുജൻ പറഞ്ഞതാണ്, അതൊരു ചീത്ത നമ്പറല്ല, അതൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്പറാണ്. നമുക്ക് രണ്ട് പെയർ ഓഫ് നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് 1729 എന്ന് രാമാനുജൻ G.H. Hardyക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ നമ്പർ നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നമ്പറിനെ വിളിക്കുന്നതാണ് രാമാനുജൻ നമ്പർ. 1729 എന്ന് പറയുന്ന ഈ നമ്പറാണ് രാമാനുജൻ നമ്പർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കൊരു എക്സസൈസ് ഉണ്ട്. ഷോ ദാറ്റ് there are n consecutive composite positive integers for every positive integer n. ഏതൊരു ഇൻറ്റീജർ n എടുത്താലും നമുക്കവിടെ n കോൺസിക്യൂട്ടീവ് കോമ്പോസിറ്റ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ് ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറുമായിട്ടാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൈം നമ്പർ എന്ന് പറയുമ്പം ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും അല്ലാണ്ട് വേറൊരു നമ്പർ കൊണ്ട് നമുക്കൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 13 അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്പേഴ്സിനെയൊക്കെ ഇപ്പോൾ 2 ആണെങ്കിൽ 2 കൊണ്ടും 1 കൊണ്ടും മാത്രമേ നമുക്ക് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 13 എടുത്താലും 13 കൊണ്ടും 1 കൊണ്ടും അല്ലാണ്ട് വേറൊരു നമ്പറും കൊണ്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രൈം അല്ലാതെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷോ ദാറ്റ് there are n consecutive composite positive integers for every positive integer n. അപ്പം നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫിനുള്ള എക്സാമ്പിൾ. ഷോ ദാറ്റ് there exist irrational numbers x and y such that x raised to y is rational. നമ്മളോട് പറഞ്ഞേക്കുന്നത് രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് എക്സും വൈയും എന്നുള്ള രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് there exist, അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സച്ച് ദാറ്റ് എക്സ് റേസ് ടു വൈ ഈസ് റാഷണൽ. എക്സ് റേസ് ടു വൈ റാഷണൽ ആവുന്നത് പോലെയുള്ള രണ്ട് ഇറാഷണൽ നമ്പേഴ്സിനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് നോൺ കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ ഇതിന് എക്സാമ്പിൾ കൊടുത്തിട്ടല്ല നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രൂഫ് നോക്കാം. വി ഹാവ് ഓൾറെഡി പ്രൂവ്ഡ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. √2 ഇറാഷണൽ ആണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു നമ്പർ നോക്കാം, √2 റേസ് ടു √2.
അപ്പോൾ ഈ √2 റേസ് ടു √2 എന്നുള്ളത് ഇഫ് ഇറ്റ് ഈസ് റാഷണൽ വി ഹാവ് 2 ഇറാഷണൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ വിത്ത് എക്സ് റേസ് ടു വൈ ഈസ് റാഷണൽ, നെയിംലി എക്സ് ഈക്വൽ ടു √2 ആൻഡ് വൈ ഈക്വൽ ടു √2. അപ്പോൾ ഈ √2 റേസ് ടു √2 എന്നുള്ളത് ഒരു റാഷണൽ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി 2 നമ്പേഴ്സ് കിട്ടി സച്ച് ദാറ്റ് എക്സ് റേസ് ടു വൈ ഈസ് റാഷണൽ. ഏതൊക്കെയാണ് 2 നമ്പേഴ്സ്? എക്സും √2 വൈയും √2. അപ്പോൾ നമുക്ക് 2 ഇറാഷണൽ നമ്പേഴ്സ് കിട്ടി സച്ച് ദാറ്റ് എക്സ് റേസ് ടു വൈ ഈസ് റാഷണൽ. എപ്പോഴാണ്? ഇഫ് √2 റേസ് ടു √2 ഈസ് റാഷണൽ. അത് റാഷണൽ ആണെങ്കിൽ മാത്രം. ഇപ്പോൾ ഇനിയിപ്പം ഈ √2 റേസ് ടു √2 റാഷണൽ അല്ല എന്ന് വിചാരിക്കുക. അത് റാഷണൽ അല്ലെങ്കിൽ അതൊരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. അപ്പം നമ്മൾ ഈ √2 റേസ് ടു √2 റാഷണൽ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടി 2 നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് എക്സ് റേസ് ടു വൈ ഈസ് റാഷണൽ. അപ്പം നമുക്ക് ഇത് ഈ റാഷണൽ അല്ലെങ്കിലത്തെ കേസ് നോക്കാം. ഇത് റാഷണൽ അല്ലെങ്കിൽ √2 റേസ് ടു √2 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അതാ പറയുന്നത് ഓൺ ദ അതർ ഹാൻഡ് ഇഫ് √2 റേസ് ടു √2 ഈസ് ഇറാഷണൽ ദെൻ വി ക്യാൻ ലെറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് ആയിട്ട് √2 റേസ് ടു √2നെയും വൈ ആയിട്ട് √2നെയും എടുക്കുന്നു. അപ്പം ഈ √2 റേസ് ടു √2 ഇറാഷണൽ ആണെങ്കിൽ നമ്മൾ എക്സ് ആയിട്ട് √2നെയും വൈ ആയിട്ട് എക്സ് ആയിട്ട് √2 റേസ് ടു √2നെയും വൈ ആയിട്ട് √2നെയും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് റേസ് ടു വൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് √2 റേസ് ടു 2 എന്ന് കിട്ടും. √2 റേസ് ടു 2 എന്ന് പറയുന്നത് 2 ആണ്, വിച്ച് ഈസ് എ റാഷണൽ നമ്പർ. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഇത് റാഷണൽ നമ്പർ അല്ലെങ്കിൽ ഇത് ഒരു റാഷണൽ നമ്പർ. This proof is an example of a non-constructive existence proof because we have not found an irrational numbers x and y such that x raised to y is rational. നമ്മൾ 2 ഇറാഷണൽ നമ്പേഴ്സ് ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ മറ്റേത് എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഏതാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് വി ഹാവ് ഫൗണ്ട് 2 pairs സച്ച് ദാറ്റ് എയ്തർ ഓഫ് ദം ഹാവ് ദ ഡിസൈഡ് പ്രോപ്പർട്ടി. അത് ഈ പറയുന്ന 2 നമ്പേഴ്സിൽ, ഈ പറഞ്ഞ 2 പേഴ്സിൽ ഏതെങ്കിലും ഒരു പെയറിന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ അത് എക്സാക്റ്റ് ആയിട്ട് ഏത് നമ്പേഴ്സ് ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ അതിന് നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫിനുള്ള ഒരു എക്സസൈസ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുക. Show that for every positive integers n there is a prime greater than n. ഇപ്പം നമ്മുടെ അടുത്ത പ്രൂവിങ് മെത്തേഡാണ് കൗണ്ടർ എക്സാമ്പിൾ. കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്നത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നുള്ള. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ. അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൗണ്ടർ എക്സാമ്പിൾ. To show that a statement of the form for all x p of x is false, we need to find only a counter example. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നുള്ള ഒരു യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഫോൾസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കൗണ്ടർ എക്സാമ്പിൾ. ദാറ്റ് ഈസ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് an example x for which p of x is false. പി ഓഫ് എക്സ് ഫോൾസ് ആവുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ. ആ എക്സാമ്പിളിനെയാണ് നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. When presented with a statement of the form for all x p of x which we believe to be false or which has resisted all proof attempts, we look for a counter example. ഇപ്പം നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് തെറ്റാണെന്ന് തോന്നുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാനായിട്ടും കുറേ മെത്തേഡ്സ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കി, എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രൂഫ് കിട്ടുന്നില്ലെങ്കിലോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കൗണ്ടർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു കൗണ്ടർ എക്സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്ക് തന്നിരിക്കുന്ന തിയറം ഫോൾസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. Only one counter example need to be found to show that for all x p of x is false. For all x p of x false ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കൗണ്ടർ എക്സാമ്പിളിൻ്റെ ആവശ്യം മതി. ഒരുപാട് എക്സാമ്പിൾ ഒന്നും നമുക്ക് കിട്ടണ്ടോ, ജസ്റ്റ് ഒരെണ്ണം നമുക്ക് കിട്ടിയാൽ മതി. If we assume that a statement is true because of the presence of one or more example, then it is a mistake. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു, അപ്പോൾ അത് ശരിയാണെന്ന് കാണിക്കുന്ന ഒന്നോ രണ്ടോ അതിലധികമോ എക്സാമ്പിൾസോ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അത് നമുക്ക് ഒന്നോ രണ്ടോ എക്സാമ്പിൾ കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ പറയുവാണെങ്കിൽ അതൊരു മിസ്റ്റേക്കാണ്. അങ്ങനെ നമുക്ക് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. No matter how many examples there are where p of x is true, the universal quantification for all x p of x may be still false. നമുക്ക് എത്ര എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റിയാലും ചിലപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആയിട്ട് വരാം. അപ്പം നമുക്ക് ട്രൂ ആണ്, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണെന്ന് കാണിക്കാനായിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൊടുത്താലോ, ഒന്നല്ല എത്ര എക്സാമ്പിൾ കൊടുത്താലും ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കൗണ്ടർ എക്സാമ്പിളിൻ്റെ ആവശ്യമേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് ദ അസേർഷൻ ഓൾ പ്രൈംസ് ആർ ഓഡ് ഈസ് ഫോൾസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ പ്രൈംസ് ആർ ഓഡ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ പ്രൈംസ് ആർ ഓഡ് ഈസ് എ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ നെയിംലി ഫോർ ഓൾ എക്സ് ഒ എക്സ്. നമ്മൾ ഈ ഓൾ പ്രൈംസ് ആർ ഓഡിനെ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ഉപയോഗിച്ചിട്ട് എഴുതിയിരിക്കുന്നതാണ് ഫോർ ഓൾ എക്സ് ഒ എക്സ്, വെയർ ഒ എക്സ് ഇസ് ദ പ്രൊപ്പോസിഷൻ എക്സ് ഈസ് ഓഡ് ആൻഡ് ദ ഡൊമെയിൻ ഈസ് ദ സെറ്റ് ഓഫ് പ്രൈംസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ഉപയോഗിച്ചിട്ട് എഴുതി. അപ്പോൾ നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ആണ്. നമ്മളൊരു കൗണ്ടർ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 2 എന്ന് എടുക്കുന്നു. എക്സ് ഈക്വൽ ടു 2 എന്നുള്ളത് ഒരു ഈവൻ നമ്പറാണ് അല്ലേ? എക്സ് ഈക്വൽ ടു 2 ഒരു ഈവൻ നമ്പറാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. കാരണം 2നെ 2 കൊണ്ടും 1 കൊണ്ടും അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ 2 എന്നുള്ളത് ഒരു പ്രൈം നമ്പറുമാണ്, അതേസമയം 2 എന്നുള്ളത് ഒരു ഈവൻ നമ്പറുമാണ്. അപ്പം x equal to 2 is a counter example since 2 is a prime number that is even. Hence the statement for all primes are odd is false. അപ്പോൾ നമ്മളിവിടെ ഒരു കൗണ്ടർ എക്സാമ്പിൾ കിട്ടി, അതുകൊണ്ട് all primes are odd എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റി. Even though there are many examples for odd prime, the statement is false. ഇവിടെ നമുക്ക് 2 ഒഴികെ ബാക്കിയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് പ്രൈം നമ്പേഴ്സാണ്. 2 മാത്രമേ ഉള്ളൂ ഒരു ഈവൻ പ്രൈം നമ്പറായിട്ട്. നമ്മൾ വേറെ ഏത് പ്രൈം നമ്പർ എടുത്ത് നോക്കിയാലും അത് ഓഡ് പ്രൈം നമ്പറാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ, നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ കിട്ടി. 2 എന്നുള്ള ഒരു നമ്പർ ഈവൻ നമ്പർ ആണ്, 2 എന്നുള്ള ഒരു പ്രൈം നമ്പർ ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് ഓൾ പ്രൈംസ് ആർ ഓഡ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡാണ്, എന്നാൽ പോലും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അപ്പോൾ എക്സസൈസ് ആയിട്ട് 2 പ്രോബ്ലംസ് ഉണ്ട്. ഷോ ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് എവറി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 ഇൻറ്റീജേഴ്സ് ഈസ് ഫോൾസ്. ഇവിടെ ഒരു യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്, അത് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ കൊടുത്താൽ മതി. അടുത്തത് ഈസ് n² - n + 41 പ്രൈം ഫോർ ഓൾ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് n. ഈ പറഞ്ഞിരിക്കുന്ന n² - n + 41 എല്ലാ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനും പ്രൈം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് പ്രൈം ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അത് പ്രൈം അല്ലാത്തൊരു നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് പ്രൈം ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമായിരുന്നെങ്കിൽ നമ്മളിതിനൊരു എക്സാക്റ്റ് പ്രൂഫ് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പ്രൈം അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ നോക്കുക, ഇത് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണോ അതോ കൗണ്ടർ എക്സാമ്പിൾ കിട്ടുവാണോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മിസ്റ്റേക്സ് ഇൻ പ്രൂഫ്. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ പ്രൂവ് ചെയ്യാൻ നേരത്ത് നമുക്ക് മിസ്റ്റേക്സ് വരാം. അപ്പോൾ ആ മിസ്റ്റേക്സ് ഏതൊക്കെ വിധത്തിൽ വരാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ മിസ്റ്റേക്സ് ഏതൊക്കെ വിധത്തിൽ വരാൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കാനായിട്ടും പറ്റും. നമ്മളൊരു പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്കും ഈ മിസ്റ്റേക്സ് വരുത്താതിരിക്കാനായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മിസ്റ്റേക്സ് പഠിക്കുന്നത്. There are many common errors made in constructing mathematical proofs. Among the most common error are mistakes in arithmetic and basic algebra. നമ്മൾ മാത്തമാറ്റിക്കൽ പ്രൂഫ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ബേസിക് ഓൾജിബ്രയിലും അല്ലെങ്കിൽ അരിത്തമെറ്റിക്സിലും ഒക്കെ ഉള്ള മിസ്റ്റേക്സ് ആണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള മിസ്റ്റേക്സ് ആണ്. Each step of a mathematical proof need to be correct and the conclusion need to follow logically from the steps that preceding it. നമ്മൾ മാത്തമാറ്റിക്കൽ പ്രൂഫ് എഴുതുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന ആ കൺക്ലൂഷനും അത് ഓരോ സ്റ്റെപ്പും ലോജിക്കലി ഉള്ള കൺക്ലൂഷൻ ആയിരിക്കണം. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് അതും ഓരോ സ്റ്റെപ്പും കറക്റ്റും ആയിരിക്കണം. Many mistakes result from the introduction of steps that do not logically follow from those that precede it. നമ്മൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് വേറൊരു സ്റ്റെപ്പിലേക്ക് ലോജിക്കലായിട്ടല്ല നമ്മൾ ഒരു കൺക്ലൂഷൻ എടുക്കുന്നതെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് റോങ് വിത്ത് ദ ഫേമസ് സപ്പോസ്ഡ് പ്രൂഫ് ദാറ്റ് 1 = 2. നമുക്കിവിടെ 1 = 2 എന്നുള്ളതിന് ഒരു പ്രൂഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൂഫിൽ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 1 = 2 എന്നുള്ളത് ഫോൾസ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ 1 = 2ന് നമുക്കൊരു പ്രൂഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്,
അത് എങ്ങനെ തെറ്റായി, എന്തുകൊണ്ട് തെറ്റായി എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൂഫായിട്ട് തന്നിരിക്കുന്നത് വി യൂസ് ദീസ് സ്റ്റെപ്സ് വെയർ എ ആൻഡ് ബി ആർ ടു ഈക്വൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യുന്നത് വെയർ എ ആൻഡ് ബി ആർ ടു ഈക്വൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. എയും ബിയും രണ്ട് ഈക്വൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോത്തീസിസ് എ ഈക്വൽ ടു ബി, രണ്ട് ഈക്വൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, റീസൺ ഗിവൺ. നമ്മളിനി മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ഓഫ് 1 by a, ഇത് 1ൻ്റെ രണ്ട് സൈഡിനെ എ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ സ്ക്വയർ ഈക്വൽ ടു എ ബി എന്ന് കിട്ടുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്ട്രാക്ട് ബി സ്ക്വയർ ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് 2. ഇതിൻ്റെ ഈ സ്റ്റെപ്പ് എ സ്ക്വയർ ഈക്വൽ ടു എ ബി എന്നുള്ള ആ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ബി സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ ബി മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഫാക്ടർ ബോത്ത് സൈഡ്സ് ഓഫ് 3. ഈ 3 എന്നുള്ളതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ എഴുതി. ഇവിടെ നമ്മൾ ബീനെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിവൈഡ് ബോത്ത് സൈഡ്സ് ഓഫ് 4 by a മൈനസ് ബി. ഇവിടെ രണ്ടിടത്തും എ മൈനസ് ബി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഈക്വേഷനെ രണ്ട് സൈഡിലും എ മൈനസ് ബി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എ പ്ലസ് ബി ഈക്വൽ ടു ബി എന്ന് കിട്ടും. റീപ്ലേസ് എ ബൈ ബി ഇൻ 5 ബിക്കോസ് എ ഈക്വൽ ടു ബി ആൻഡ് സിംപ്ലിഫൈ. ഇവിടെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം എ ഈക്വൽ ടു ബി ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എയിനെ ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എന്താ, എ ഈക്വൽ ടു ബി ആയതുകൊണ്ട് നമുക്ക് എയിനെ ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2b ഈക്വൽ ടു ബി എന്ന് കിട്ടും. അവിടെ നമ്മൾ രണ്ട് സൈഡിനെയും ബി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. നമുക്കിവിടെ കിട്ടുന്ന കൺക്ലൂഷൻ 2 ഈക്വൽ ടു 1 എന്നാണ്. അത് തെറ്റാണെന്ന് നമുക്കറിയാം. അത് തെറ്റാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ മനസ്സിലായി ഈ പ്രൂഫ് എങ്ങാണ്ട് തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു 2 ഈക്വൽ ടു 1 എന്നുള്ള ഒരു കൺക്ലൂഷൻ അല്ല കിട്ടുന്നത്. നമുക്കിപ്പോൾ ഇത് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പില്ലാത്തൊരു കൺക്ലൂഷനാണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ ശരിയായിട്ടുള്ള പ്രൂഫാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മൾ വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഈക്വൽ ടു 1 എന്ന് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ ചെയ്ത പ്രൂഫ് എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എവിടെയായിരിക്കും തെറ്റിപ്പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം നമ്മൾ ചെയ്ത എല്ലാ സ്റ്റെപ്പും ശരിയായിരുന്നു. ജസ്റ്റ് ഒരു സ്റ്റെപ്പിൽ മാത്രമാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത്. ഏത് സ്റ്റെപ്പാണ്? നമ്മൾ ഈ 5th സ്റ്റെപ്പ് ഡിവൈഡ് ബോത്ത് സൈഡ്സ് ഓഫ് 4 by a മൈനസ് ബി എന്നുള്ള ആ ഒരു 5th സ്റ്റെപ്പിൽ മാത്രമാണ് നമുക്കൊരു മിസ്റ്റേക്ക് വന്നത്. എവറി സ്റ്റെപ്പ് ഈസ് വാലിഡ് എക്സെപ്റ്റ് ഫോർ 1 സ്റ്റെപ്പ് 5 വേർ വി ഡിവൈഡഡ് ബോത്ത് സൈഡ്സ് ബൈ a മൈനസ് ബി. നമ്മൾ രണ്ട് സൈഡിലും a മൈനസ് ബി വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം ഡിവിഷൻ ബൈ 0 നോട്ട് പോസിബിൾ ആണ്. The error is that a minus b equal to 0. Division of both sides of an equation by the same quantity is valid as long as the quantity is not 0. നമുക്ക് ഡിവിഷൻ ബൈ 0 പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഈക്വലായിട്ട് കിട്ടണമെങ്കിൽ അത് 0 അല്ലാത്തൊരു നമ്പറും കൊണ്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തത് a മൈനസ് ബി കൊണ്ടാണ്. a ഈക്വൽ ടു ബി ആയതുകൊണ്ട് a മൈനസ് ബി എന്ന് പറയുന്നത് 0 ആണ്. a മൈനസ് ബി 0 ആയതുകൊണ്ട് നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പ് തെറ്റിപ്പോയി. നമുക്ക് a മൈനസ് ബി 0 ആയതുകൊണ്ട് ഈ 4th സ്റ്റെപ്പിനെ നമുക്ക് a മൈനസ് ബി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ സ്റ്റെപ്പിലാണ് നമുക്ക് തെറ്റിപ്പോയത്. അതുകൊണ്ടാണ് നമുക്ക് 2 ഈക്വൽ ടു 1 എന്നുള്ള കൺക്ലൂഷൻ കിട്ടാനായിട്ടുള്ള റീസൺ. അപ്പോൾ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് പ്രൂഫ്. ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രൂഫിൻ്റെ അകത്ത് എന്താണ് മിസ്റ്റേക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ തിയറം എന്ന് പറയുന്നത് ഇഫ് n സ്ക്വയർ ഈസ് പോസിറ്റീവ് ദെൻ n ഈസ് പോസിറ്റീവ്. n സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ n പോസിറ്റീവ് ആണ് എന്നാണ് നമുക്ക് പ്രൂഫിൻ്റെ അകത്ത് തിയറത്തിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ആ തിയറത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് സപ്പോസ് ദാറ്റ് n സ്ക്വയർ ഈസ് പോസിറ്റീവ് because the conditional statement if n is positive then n square is positive is true, we can conclude that n is positive. എന്താ പറയുന്നത്? n സ്ക്വയർ പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് ഓൾറെഡി അറിയാം n ഈസ് പോസിറ്റീവ് ആണെങ്കിൽ n പോസിറ്റീവ് ആണെങ്കിൽ n സ്ക്വയർ പോസിറ്റീവ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ട്രൂ ആയതുകൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് n ഈസ് പോസിറ്റീവ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയതുകൊണ്ട് n ഈസ് പോസിറ്റീവ് എന്നുള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മിസ്റ്റേക്ക് എന്തായിരിക്കും നമുക്ക് നോക്കാം. ലെറ്റ് പി എൻ ബി n ഈസ് പോസിറ്റീവ്. n ഈസ് പോസിറ്റീവ് എന്നുള്ളതിനെ നമ്മൾ പി എൻ എന്ന് വിളിക്കുന്നു. ആൻഡ് ക്യു എൻ ബി n സ്ക്വയർ ഈസ് പോസിറ്റീവ്. n സ്ക്വയർ ഈസ് പോസിറ്റീവ് എന്നുള്ളതിനെ നമ്മൾ ക്യു എൻ എന്ന് വിളിക്കുന്നു. അവർ ഹൈപ്പോത്തിസിസ് ഈസ് ക്യു എൻ. ക്യു എൻ എന്നുള്ളതാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ്. The statement if n is positive then n square is positive is the statement for all n pn implies qn. For all n pn implies qn എന്നുള്ളതാണ് if n is positive then n square is positive എന്നുള്ളത്.
From the hypothesis Qn and the statement for all n Pn implies Qn, we cannot conclude that Pn is true because we are not using a valid rule of inference. നമുക്കിപ്പം തന്നിരിക്കുന്നത് ക്യു എന്നും ട്രൂ ആണെന്ന് തന്നിട്ടുണ്ട്, ഫോർ ഓൾ എൻ പി എൻ ഇംപ്ലൈസ് ക്യു എൻ ട്രൂ ആണെന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പി എൻ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാനായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. കാരണം അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ളൊരു റൂൾ ഓഫ് ഇൻഫറൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്തതാണ് നമ്മൾ ഈ പ്രൂഫിൽ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്യു എന്നും ഫോർ ഓൾ എൻ പി എൻ ഇംപ്ലൈസ് ക്യു എന്നും ട്രൂ ആണെന്ന് വെച്ചിട്ട് പി എൻ ട്രൂ ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇൻസ്റ്റെഡ് ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദ ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത് ക്യു എന്നും ഫോർ ഓൾ എൻ പി എൻ ഇംപ്ലൈസ് ക്യു എന്നും ട്രൂ ആണെന്ന് പറയുന്നതിൽ നിന്ന് പി എൻ ട്രൂ ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന ആ ഇററിനെയാണ് ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ എന്ന് വിളിക്കുന്നത്. ദ കൗണ്ടർ എക്സാമ്പിൾ ഈസ് സപ്ലൈഡ് ബൈ n ഈക്വൽ ടു -1 ഫോർ വിച്ച് n സ്ക്വയർ ഈസ് പോസിറ്റീവ് ബട്ട് n ഈസ് നെഗറ്റീവ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന തിയറം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള കൗണ്ടർ എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ അതിനുള്ളൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ അതിന് ഒരു എക്സസൈസ് ആയിട്ട് തന്നിരിക്കുന്നത് വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് പ്രൂഫ്. ഈ തന്നിരിക്കുന്ന പ്രൂഫിൽ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് n ഈസ് നോട്ട് പോസിറ്റീവ് ദെൻ n സ്ക്വയർ ഈസ് നോട്ട് പോസിറ്റീവ്. n പോസിറ്റീവ് അല്ലെങ്കിൽ n സ്ക്വയർ പോസിറ്റീവ് അല്ല എന്നുള്ളതാണ് നമ്മുടെ തിയറം. അപ്പോൾ അതിൻ്റെ പ്രൂഫായിട്ട് പറയുന്നത് സപ്പോസ് ദാറ്റ് n ഈസ് നോട്ട് പോസിറ്റീവ് ബിക്കോസ് ഓഫ് ദ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് n ഈസ് പോസിറ്റീവ് ദെൻ n സ്ക്വയർ ഈസ് പോസിറ്റീവ് ഈസ് ട്രൂ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് n സ്ക്വയർ ഈസ് നോട്ട് പോസിറ്റീവ്. ഇവിടെ നമ്മൾ ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് പ്രൂഫ് മിസ്റ്റേക്ക് ആണെന്ന് പറയാനായിട്ടും പറ്റും. അപ്പോൾ ഒരു റിമാർക്ക് പറയുന്നത് എ കോമൺ എറർ ഇൻ മേക്കിംഗ് അൺവാണ്ടഡ് അസംഷൻ ഒക്കേഴ്സ് ഇൻ പ്രൂഫ് ബൈ കേസസ് വെയർ നോട്ട് ഓൾ കേസസ് ആർ കൺസിഡേർഡ്. ദിസ് ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ഫോളോയിങ് എക്സാമ്പിൾ. നമ്മൾ പ്രൂഫ് ബൈ കേസസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പ്രൂഫ് ബൈ കേസസ് എന്നുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ പ്രൂഫ് ബൈ കേസസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് ഏതെങ്കിലും ഒരു കേസ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൂഫ് മുഴുവൻ മിസ്റ്റേക്ക് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളതിനൊരു എക്സാമ്പിളാണ് ഇവിടെ അടുത്തായിട്ട് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് പ്രൂഫ്? ഇഫ് എക്സ് ഈസ് എ റിയൽ നമ്പർ ദെൻ എക്സ് സ്ക്വയർ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ എക്സ് സ്ക്വയർ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് എന്നുള്ളതാണ് നമ്മുടെ തിയറം. പ്രൂഫായിട്ട് പറയുന്നത് ലെറ്റ് P1 ബി എക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് P2 ബി എക്സ് ഈസ് നെഗറ്റീവ് ആൻഡ് ലെറ്റ് Q ബി എക്സ് സ്ക്വയർ ഈസ് പോസിറ്റീവ്. ടു ഷോ ദാറ്റ് P1 implies Q, note that where when x is positive, x square is positive, since it is the product of two positive numbers x and x. To show that P2 implies Q, note that when x is negative, x square is positive, since it is the product of two negative numbers x and x. This completes the proof. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ എന്നുള്ളത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈപ്പോത്തീസിസ് എക്സ് ഒരു റിയൽ നമ്പർ എന്നുള്ളതിനെ രണ്ട് കേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തെ കേസ് എന്നുള്ളത് എക്സ് പോസിറ്റീവ്, രണ്ടാമത്തെ കേസ് എന്നുള്ളത് എക്സ് നെഗറ്റീവ്. അപ്പോൾ P1 ഇംപ്ലൈസ് ക്യൂ എന്നും P1 ഇംപ്ലൈസ് ക്യൂവും P2 ഇംപ്ലൈസ് ക്യൂവും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് P ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും എന്ന് ഉള്ള അസംഷനിൽ നിന്നാണ് നമ്മൾ ഈ പ്രൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. The problem with the proof we have given is that we have missed the case x equal to 0. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ എക്സ് ഈസ് എ റിയൽ നമ്പർ എന്നുള്ളതിനെ രണ്ട് കേസായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എക്സ് പോസിറ്റീവ്, എക്സ് നെഗറ്റീവ്. നമ്മൾ ഒരു കേസ് മിസ് ചെയ്തു, എക്സ് ഈക്വൽ ടു 0 എന്നുള്ള കേസ് നമ്മൾ മിസ് ചെയ്തു. അതാണ് ഇവിടുത്തെ പ്രൂഫിൻ്റെ അകത്ത് വന്ന മിസ്റ്റേക്ക്. When x equal to 0, x square is equal to 0 is not positive, so the supposed theorem is false. x equal to 0 ആകുമ്പോഴത്തേക്ക് എക്സ് സ്ക്വയർ നമുക്ക് 0 എന്ന് തന്നെ കിട്ടും. 0 എന്നുള്ളത് പോസിറ്റീവ് അല്ല, അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന തിയറം ഫോൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് if p is x is a real number, then we can prove the result where p is the hypothesis with 3 cases P1, P2 and P3, where P1 is x is positive, P2 is x is negative and P3 is x is equal to 0. Because of the equivalence, P implies and is implied by P1 or P2 or P3. അപ്പോൾ എക്സ് ഒരു റിയൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 കേസസ് ആണുള്ളത്. അതിനാണ് നമ്മൾ P1, P2, P3 ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഒന്നാമത്തേത് എക്സ് ഈസ് പോസിറ്റീവ്, രണ്ടാമത്തേത് എക്സ് ഈസ് നെഗറ്റീവ്, മൂന്നാമത്തേത് എക്സ് ഈസ് 0. അപ്പോൾ പി ഒരു റിയൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് ഒരു റിയൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ എക്സ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഈ 3 കേസസേ വരുള്ളൂ. അതാണ് നമ്മൾ
പി ഇംപ്ലൈസ് ആൻഡ് ഈസ് ഇംപ്ലൈഡ് ബൈ P1 or P2 or P3 എന്ന് പറയുന്നത്. ഈ 3 കേസസ് അല്ലാണ്ട് വേറൊരു കേസും വരത്തില്ല. അപ്പോൾ നമ്മൾ P ഒരു റിയൽ നമ്പറാന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ P1 ഇംപ്ലൈസ് Q, P2 ഇംപ്ലൈസ് Q, P3 ഇംപ്ലൈസ് Q എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ P ഇംപ്ലൈസ് Q എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി P3 ഇംപ്ലൈസ് Q എന്നുള്ളത് ഫോൾസ് ആണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് P ഇംപ്ലൈസ് Qവും ഫോൾസ് ആണ്. അടുത്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് ബെഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മെനി ഇൻകറക്റ്റ് ആർഗ്യുമെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ എ ഫാലസി കോൾഡ് ബെഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ. This fallacy occurs when one or more steps of a proof are based on the truth of the statement being proved. ഈ ഫാലസി വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ തിയറം തന്നെ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിലാണ് നമ്മൾ ബെഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ള ഫാലസി വരുന്നത്. In other words, this fallacy arises when a statement is proved using itself. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ പ്രൂവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു ഫാലസി വരുന്നത്. or a statement equivalent to ഒന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് സെയിം സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൂവ് ചെയ്യുമ്പോഴാണ് ഈ ബെഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ള ഫാലസി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫാലസിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, സർക്കുലർ റീസണിങ്. അപ്പോൾ ഈ ഫാലസിക്ക് 2 പേരാണുള്ളത്, ബെഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സർക്കുലർ റീസണിങ്. അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, ഇസ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ് കറക്റ്റ്? ഇറ്റ് ഈസ് സപ്പോസ്ഡ്ലി ഷോസ് ദാറ്റ് n ഈസ് ആൻ ഈവൻ ഇൻറ്റീജർ വെനെവർ n² ഈസ് ആൻ ഈവൻ ഇൻറ്റീജർ. n² ഈവൻ ആകുമ്പം n ഈവൻ ആണ് എന്നുള്ളതാണ് നമ്മുടെ തിയറം. അപ്പോൾ അതിൻ്റെ പ്രൂഫായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്, suppose that n² is even, then n² is equal to 2k for some integer k. Let n equal to 2l for some integer l. This shows that n is even. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂഫായിട്ട് തന്നിരിക്കുന്നത്. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കിയാൽ, ദിസ് ആർഗ്യുമെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ലെറ്റ് n equal to 2l for some integer l occurs in the proof. ഇത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, ലെറ്റ് n equal to 2l for some integer l. No argument has been given to show that n can be written as 2l for some integer l. നമുക്ക് n-നെ 2l എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ആർഗ്യുമെൻറ്റും നമ്മുടെ ഹൈപ്പോത്തീസിസിൽ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് n equal to 2l എന്ന് എഴുതാനായിട്ട് നമ്മൾ ഒരു ഹൈപ്പോത്തീസിസും നമ്മൾ അസ്യൂം ചെയ്തിട്ടില്ല. അപ്പോൾ അതാ പറയുന്നത്, നോ ആർഗ്യുമെൻറ്റ് ഹാസ് ബീൻ ഗിവൺ ടു ഷോ ദാറ്റ് n ക്യാൻ ബി റിട്ടൺ ആസ് 2l ഫോർ സം ഇൻറ്റീജർ l. ദിസ് ഈസ് സർക്കുലർ റീസണിങ് ബിക്കോസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഈക്വലൻ്റ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ബീങ് പ്രൂവ്ഡ് n ഈസ് ഈവൻ. ഈ n equal to 2l എന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവിടെ തന്നെ അസ്യൂം ചെയ്യുന്നത് n ഈവൻ ആണെന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ടും ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇത് സർക്കുലർ റീസണിങ് ആണ്. ഓഫ് കോഴ്സ് ദ റിസൾട്ട് ഇറ്റ്സെൽഫ് ഈസ് കറക്റ്റ്, ഓൺലി ദ മെത്തേഡ് ഓഫ് പ്രൂഫ് ഈസ് റോങ്. ഇവിടെ തന്നിരിക്കുന്ന റിസൾട്ട് കറക്റ്റാണ്, നമ്മൾ പ്രൂവ് ചെയ്തേക്കുന്ന മെത്തേഡ് തെറ്റിപ്പോയിട്ടുള്ളൂ. അത് തെറ്റിപ്പോയത് നമ്മളിവിടെ സർക്കുലർ റീസണിങ്, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക് കിട്ടിയത്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ തിയറംസ് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന മിസ്റ്റേക്സ്. അപ്പോൾ താങ്ക് യു.